റെഡിമെയ്ഡ് സാധനം മേടിക്കുന്നതുകൊണ്ട് ഞാൻ എഗൻസ്റ്റ് അല്ല. റെഡിമെയ്ഡ് സാധനങ്ങളുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കോസ്റ്റ് കുറവായിരിക്കും, ഡ്യൂറബിലിറ്റിയും കുറവായിരിക്കും, അതിൻ്റെ ലൈഫും അത്രയും കാണും. കാരണം അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് അവർ ചെയ്യുന്ന എഡ്ജ് ബാൻഡിങ് ആണെങ്കിലും അതിനകത്ത് ഉപയോഗിക്കുന്ന ലാമിനേറ്റഡ് ഷീറ്റ് ആണെങ്കിലും ഒക്കെ വളരെ ചീപ്പാണ്. ഞാനത് സെയിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം. നമ്മൾ ഈ WPC ആയിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാനൊക്കത്തില്ല. WPC മീൻസ് എന്ന് പറയുന്നത് വുഡ് പോളിമർ കോമ്പൗണ്ടിങ് ഉൽപ്പന്നമാണ്. അതിന് 1 ലെയർ 3 ലെയർ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. 1 ലെയറിന് അതിൻ്റെ ഡെൻസിറ്റി ഡിപ്പെൻസ് ആണ്. അപ്പോൾ 3 ലെയറായിട്ട് അതിനെ ചെയ്യുമ്പോൾ അതിന് ബെൻഡ് ആവില്ല, അതിന് സ്ക്രൂ ഹോൾഡിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പം ഒരു തടി മാതിരി നമുക്കതിന് വുഡിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാണ് 3 ലെയർ വരുന്നത്. നേരെ മറിച്ച് അതൊരു 1 ലെയറിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഡെൻസിറ്റി കുറയും. അത് ഞാൻ പറഞ്ഞല്ലോ, അതിന് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പർപ്പസ് ഉണ്ട്. അതായത് ഒരു വാൾ പാനലിലൊക്കെയാണ് നമുക്ക് 1 ലെയറിൻ്റെ ആവശ്യമുള്ളൂ. ഒരു ടേബിൾ ടോപ്പോ അല്ലെങ്കിൽ ഒരു ബോക്സിങ്ങോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ലെയറിൻ്റെ ആവശ്യമുണ്ട്. അതൊക്കെയാണ് അതിനകത്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്.